2026 ഏറ്റവും ബെസ്റ്റ് പടം ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും മേ വാപ്പസ് ആവുക. അൺഡൗട്ടഡ്ലി ദ ബെസ്റ്റ് ഫിലിം ഓഫ് 2026. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത്. അണ്ടർ റേറ്റഡ് ജെം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹിഡൻ ജെം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ പടം. ഭയങ്കര ഹോണ്ടിങ് ആണ്. പറഞ്ഞാൽ ഈ സിനിമയിലെ ചില സീൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്ക്രീനിക്ക് നമുക്ക് നോക്കാൻ തോന്നില്ല. അത്രയും ഹോണ്ടിങ് ആണ് ഈ സിനിമ. ഭയങ്കര ഇമോഷണൽ ആണ് ഈ സിനിമ. പോയറ്റിക് ആണ് ഈ സിനിമ. ബ്യൂട്ടിഫുൾ ആണ് ഈ സിനിമ. 1947 നടക്കുന്ന പാർട്ടീഷൻ പഞ്ചാബിനെ ഈസ്റ്റ് പഞ്ചാബ് ആക്കണു, വെസ്റ്റ് പഞ്ചാബ് ആക്കണു. നായകൻ ഒരു സ്ഥലത്തോട്ട് പോണു, നായിക ഒരു സ്ഥലത്തോട്ട് പോണു. കാരണം നായകൻ സിഖാണ്, നായിക മുസ്ലിമാണ്. 95-ാമത്തെ വയസ്സിൽ അങ്ങേര് മരിക്കാൻ കിടക്കുമ്പോൾ അങ്ങേർക്ക് നായികയെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നത്. 78 വർഷമായിട്ട് ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, കണ്ടിട്ട് പോലുമില്ല. അങ്ങേർക്ക് കാണാൻ തോന്നുകയാണ്. പിന്നീട് അവര് കാണോ ഇല്ലേ, അതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമ തുടങ്ങുന്ന ഫ്രം ദ വെരി ഫസ്റ്റ് സീൻ നസറുദ്ദീൻ ഷാനെ കാണിക്കും, അങ്ങേര് ഒരു പെർഫോമൻസ് കാണിക്കും. ആ ഫസ്റ്റ് സീൻ നമുക്ക് മനസ്സിലാവും ഇങ്ങേര് ഇതില് പൂണ്ട് വിളയാട്ടമായിരിക്കും. 95 വയസ്സായിട്ടുള്ള ഒരാളായിട്ട് അങ്ങേര് ജീവിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു 95 വയസ്സായിട്ടുള്ള ഒരാളെ ഒരു കിടക്കെ കൊണ്ടേ കിടത്തി എങ്ങനെ ഉണ്ടാവും, വെയ്യാത്ത ഒരാളെ. അങ്ങനെയാണ് ആ മനുഷ്യനെ അഭിനയിച്ചിരിക്കുന്നത്. അങ്ങേരുടെ മുഖത്തെ ചുളിവ് വരെ അഭിനയിച്ചിട്ടുണ്ട്. ഈ പെർഫോമൻസിനൊന്നും നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ കെട്ടിയും പെട്ടിയും ഒക്കെ പൂട്ടിയിട്ട് പോവാ. നാഷണൽ അവാർഡ് ഒന്നും ഇവിടെ വേണ്ട. റീസെന്റ് ടൈംസിലല്ല, ഒരു 10 കൊല്ലം എടുത്തു നോക്കിയാൽ പോലെ ഇത്രയും അടിപൊളി പെർഫോമൻസ് ഞാൻ ആരെയും കണ്ടിട്ടില്ല. അജാദി എപ്പിക് പെർഫോമൻസ് ആണ് ആ മനുഷ്യന്റെ. അങ്ങേര് സങ്കടപ്പെടുന്ന സീനും ഇമോഷണൽ ആവുന്ന സീനും കാണുമ്പോ കണ്ണിൽ ടാപ്പ് തുറന്ന് വിട്ട പോലെയാണ് കണ്ണിൽ കൂടെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ സിനിമയുടെ ക്ലൈമാക്സ്. അയ്യോ, ഞാൻ ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഡീപ്പായിട്ട് ഒരു സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ കാണുന്ന സമയത്ത് പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ഇടിവെട്ടുണ്ട്, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആൻഡ് ഈ സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടാണ് ഫീൽ ചെയ്ത്. പല സമയത്തും ഇമോഷണൽ സീൻസ് ഇത്ര സോൾ ടച്ചിങ് ആയിട്ട് തോന്നാൻ കാരണം, അല്ലെങ്കിൽ അത്രയും നമുക്ക് ഇമോഷണൽ ആയി തോന്നാനുള്ള കാരണം AR റഹ്മാൻ മ്യൂസിക്. അങ്ങേരുടെ കിട്ടു വർക്കായിരുന്നു. ഈ സിനിമയിൽ നസറുദ്ദീൻ ഷാക്ക് എത്ര ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടോ അത്രയും ക്രെഡിറ്റ് AR റഹ്മാനും കൊടുക്കണം.